ഹലോ സ്റ്റുഡൻസ്, നമ്മളെ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് നോർമലൈസേഷൻ എന്നൊരു ടേമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നോർമലൈസേഷൻ, നോർമൽ ഫോംസ്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഒക്കെയാണ് കേൾക്കുക. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി പറഞ്ഞാൽ നമ്മളെ സെക്കൻഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ആ റിലേഷണൽ ഡാറ്റ മോഡലിൽ എങ്ങനെയാണ് ഡാറ്റാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? റിലേഷൻസ് ആയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ടേബിൾ ഫോമിലാണ് ഡാറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടേബിൾ ഫോം ആക്ച്വലി ഒരു ഡാറ്റാബേസിൽ അങ്ങനത്തെ മൾട്ടിപ്പിൾ റിലേഷൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെ നമുക്ക് സിംപ്ലി അങ്ങ് റിലേഷൻസ് അങ്ങ് ആഡ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക ഒന്നും ചെയ്യരുത്. പകരം അത് ഡിസൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് വെൽ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഒരു ഡാറ്റാബേസ്, റിലേഷണൽ ഡാറ്റാബേസ് നമ്മളങ്ങനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിരവധി അനോമലീസ് ഒക്കെ ഒക്കുക ചെയ്യും. ഓക്കെ, ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ, അനോമലീസ് എന്ന് പറഞ്ഞിട്ട് 3 അനോമലീസ് റൈസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നോർമലൈസേഷൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ വരുന്ന ടേംസ് അല്ലെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ് ഡിസൈൻ, അനോമലീസ് ആണ്. പിന്നെ നോർമലൈസേഷൻ തിയറി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, പിന്നെ നോർമൽ ഫോംസ് 6 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, പിന്നെ ബോയ്സ് കോഡ് നോർമൽ ഫോം, 4th നോർമൽ ഫോം ആൻഡ് 5th നോർമൽ ഫോം. ഓക്കെ, അപ്പോൾ 6 നോർമൽ ഫോംസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ദ ഡാറ്റ ഇൻ ഡാറ്റാബേസ് ടു അവോയ്ഡ് ഡാറ്റ റിഡൻഡൻസി, ഇൻസേർഷൻ അനോമലി, അപ്ഡേറ്റ് അനോമലി ആൻഡ് ഡിലീഷൻ അനോമലി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡാറ്റാബേസിലുള്ള ഡാറ്റ അത് വെൽ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ ആ വെൽ ഓർഗനൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലൈസേഷൻ വഴി നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാം? ഡാറ്റ റിഡൻഡൻസി ഒഴിവാക്കാം. റിഡൻഡൻസി എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഡാറ്റാസ് ഡാറ്റാബേസിൽ വരുന്ന അതിനെയാണ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഡാറ്റ റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാം. ഇൻസേർഷൻ അനോമലി, അതുപോലെ അപ്ഡേറ്റ് അനോമലി, അതുപോലെ ഡിലീഷൻ അനോമലി. ഈ 3 അനോമലീസും നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ഇപ്പം മനസ്സിലാക്കുക, നോർമലൈസേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ദ ഡാറ്റ ഇൻ എ ഡാറ്റാബേസ്. ഫോർ വാട്ട് പർപ്പസ്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ഡാറ്റ റിഡൻഡൻസി, ഇൻസേർഷൻ അനോമലി, അപ്ഡേറ്റ് അനോമലി ആസ് വെൽ ആസ് ഡിലീഷൻ അനോമലി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ നോർമലൈസേഷൻ പെർഫോം ചെയ്യുന്നത്? നോർമലൈസേഷൻ എന്ന് പറയുന്നത് 6 നോർമൽ ഫോംസ് അടങ്ങിയതാണ്. അപ്പോൾ ആ നോർമൽ ഫോംസിൻ്റെ റൂൾസിനനുസരിച്ചിട്ട് ഈ നോർമൽ ഫോംസ് അല്ലെങ്കിൽ ഈ നോർമലൈസേഷന് വേണ്ടിയിട്ട് ഓരോ റിലേഷനും നോർമലൈസേഷന് വിധേയമാക്കുകയും എന്നിട്ട് നോർമലൈസേഷൻ റൂൾ ഒബേ ചെയ്യാത്തവയെ സ്മോളർ ടേബിൾസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീകമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവ പരസ്പര റിലേഷൻഷിപ്പ് വഴി അവ ലിങ്ക് ചെയ്യും. ദ പേർപ്പസ് ഓഫ് നോർമലൈസേഷൻ ഇൻ SQL ഈസ് ടു എലിമിനേറ്റ് റിഡൻഡൻറ്റ് ഡാറ്റ ആൻഡ് എൻഷുവർ ഡാറ്റ ഈസ് സ്റ്റോർഡ് ലോജിക്കലി. ഡാറ്റാബേസ് അനോമലീസ് നമ്മൾ പറഞ്ഞു, ഒരു ഡാറ്റാബേസ് നോർമലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ there might be 3 type of anomalies arise, that is insertion, update and deletion anomaly. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ അനോമലി നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനീൻ്റെ ഡീറ്റെയിൽസാണ്, അവിടെയുള്ള മാനുഫാക്ചറിങ് കമ്പനിയിലെ എംപ്ലോയി ഡീറ്റെയിൽസാണ് താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിലുള്ളത്. ഓക്കെ, അപ്പോൾ എംപ്ലോയി ഡീറ്റെയിൽസാണ്. അപ്പോൾ ഈ എംപ്ലോയി ഡീറ്റെയിൽസിൽ 4 എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ടേബിളിൽ 4 ആട്രിബ്യൂട്ടാണ് ഉള്ളത്. ഏതൊക്കെയാണ്? റെഡ് കളറിൽ ആട്രിബ്യൂട്ടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി ID, EMP_name, EMP_address, EMP_department. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കിതൊന്ന് ക്ലിയർ ആണ്. EMP_ID എംപ്ലോയി ID സ്റ്റോർ ചെയ്യാനാണ്. അതേപോലെ എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡാറ്റയിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കുക. അവിടെ 5 റെക്കോർഡ്സാണ് ഉള്ളത്, അല്ലെങ്കിൽ 5 ടപ്പിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ 5 ടപ്പിൾസിൽ 101, 101, 123, 166, 166. ഓക്കെ, അപ്പോൾ അതിൽ 101 എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. അതുപോലെ 166 എന്ന് പറയുന്നതും റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഓക്കെ, അതായത് 101 എന്ന് പറയുന്ന എംപ്ലോയി ID രാജു എന്ന് പറഞ്ഞ എംപ്ലോയറിൻ്റെ എംപ്ലോയി ID ആണ്. അയാൾ ഡൽഹിയിൽ നിന്നാണ്
ആൻഡ് ഹി വർക്ക്സ് ഫോർ ബോത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റ് D001 ആൻഡ് D002. ക്ലിയർ ആണല്ലോ? രാജു 101 എംപ്ലോയി ഐ ഡി, അയാൾ D001 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും D002 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും വർക്ക് ചെയ്യുന്നു. നേരെ മറിച്ച് മനു എന്ന് പറഞ്ഞ എംപ്ലോയി, ഹി വർക്ക്സ് ഓൺലി ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് D890. ഹിസ് എംപ്ലോയി ഐ ഡി 123. ഓക്കെ. അതുപോലെ ഗൗതം, ഹി ഓൾസോ വർക്ക്സ് ഫോർ 2 ഡിപ്പാർട്ട്മെൻറ്റ് D900 D004. ഓക്കെ. അപ്പം ഇതിൽ രാജുവും ഗൗതവും 2 ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഡാറ്റ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഈ ടേബിൾ നോർമലൈസ്ഡ് അല്ല. അപ്പോൾ അത്തരം നോർമലൈസ്ഡ് അല്ലാത്ത ടേബിളിൽ നമ്മൾ പറഞ്ഞു പ്രോബ്ലംസ് ഉണ്ടാവാം. അതായത് ഇൻസേർഷൻ, അപ്ഡേഷൻ, ഡിലീഷൻ അനോമലി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്ഡേറ്റ് അനോമലി, അപ്പോൾ എന്താണ് അപ്ഡേറ്റ് അനോമലി എന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു രാജു എന്ന് പറഞ്ഞ എംപ്ലോയി ഹി വർക്ക്സ് ഫോർ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, കമ്പനിയുടെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാജുവിൻ്റെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിക്കേ, രാജു 2 റോയിൽ വരുന്നുണ്ട് രാജു. അപ്പോൾ 2 ഇടത്തിലും എന്ത് ചെയ്യണം? ആ അപ്ഡേറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ കറക്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു റോയിലുള്ള ഡാറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയാൽ ഡാറ്റ ഇൻകൺസിസ്റ്റൻ്റ് ആവും. അതായത് സെയിം ഡാറ്റ ഒക്കെ ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും ഒരു വ്യത്യാസം എവിടെയെങ്കിലും വരികയാണെങ്കിൽ അത് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ആ ഇൻകൺസിസ്റ്റൻസിയിലോട്ട് ലീഡ് ചെയ്യും. അതല്ല എന്താണ്, നമ്മൾ കറക്റ്റ് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള രാജുവിൻ്റെ അഡ്രസ്സ് നമ്മൾ കറക്റ്റ് ചെയ്തു, പക്ഷേ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലുള്ള രാജുവിൻ്റെ അഡ്രസ്സ് നമ്മൾ കറക്റ്റ് ചെയ്തില്ല. അപ്പോൾ രാജുവിന് ഇവിടെ എന്ത് സംഭവിച്ചു? 2 ഡിഫറെൻറ്റ് അഡ്രസ്സസ്. ഓക്കെ. അതും എന്താണ്, ഇൻകൺസിസ്റ്റൻ്റ് ഡാറ്റയിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, 2 സെനാരിയോ മനസ്സിലായല്ലോ? ഒന്നെന്ന് പറയുന്നത് നമ്മൾ 2 ഇടത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ എന്താണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ അതെന്താണ്, അത് ഇൻകൺസിസ്റ്റൻ്റ് ആയി. ഒന്നെന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, മറ്റത് മാറ്റി അപ്ഡേറ്റ് ചെയ്തില്ല, അതും ഇൻകൺസിസ്റ്റൻ്റ് ഡാറ്റയിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻസേർട്ട് അനോമലി. ഓക്കെ. അപ്പോൾ എന്താണ്, നമുക്ക് പുതിയതായിട്ടൊരു എംപ്ലോയി കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എന്താണ്, ഫസ്റ്റ് തന്നെ കമ്പനി അയാൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ടേ അയാളെ എന്ത് ചെയ്യുള്ളൂ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് അസൈൻ ചെയ്യേണ്ടത് നോക്കിയിട്ട് അസൈൻ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ എന്താണ്, ഈ എംപ്ലോയി എന്ന് ഒരു പുതിയതായിട്ട് എംപ്ലോയി അയാൾ പ്രസൻ്റ്ലി ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ അങ്ങനെ ഒരു എംപ്ലോയിയെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഫീൽഡ് ഇവിടെ ഒരിക്കലും നള്ളാക്കി വെക്കാൻ പാടില്ല. അത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നോട്ട് നൾ എന്ന് പറഞ്ഞാൽ എന്താണ്, SQL കൺസ്ട്രെയിൻറ്റ് വഴി അത് നോട്ട് നൾ ആവാൻ പാടില്ല. നോട്ട് നൾ എന്ന് വെച്ചാൽ നള്ളാവാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് സ്വപ്ന എന്ന് പറഞ്ഞൊരു എംപ്ലോയി ജോയിൻ ചെയ്തു. ഓക്കെ, ആ സ്വപ്നയെ നമുക്ക് ഈ ഒരു റിലേഷനിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രസൻ്റ്ലി സ്വപ്ന ഈസ് അണ്ടർ ട്രെയിനിങ് ആൻഡ് ഷി ഈസ് നോട്ട് അസൈൻഡ് ടു എനി ഡിപ്പാർട്ട്മെൻറ്റ്. ഇൻ സച്ച് കേസസ് we are not allowed to add a new employee to this relation. അപ്പോൾ അതാണ് ഇൻസേർട്ട് അനോമലി. ഓക്കെ. അപ്പം ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ ടേബിളിന് എന്താണ്, ഇങ്ങനെ 4 ആട്രിബ്യൂട്ടുള്ള ടേബിളിന് പകരം ഇതിനെ ഡീകമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് 2 ടേബിളാക്കി മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. കാരണം ഡാറ്റാസ്, അതായത് നമുക്ക് ആവശ്യമുള്ള എന്നുള്ളതല്ല, എംപ്ലോയി ID, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടേബിളും, എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ്സ് മറ്റൊരു ടേബിളായിട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് സ്വപ്നയെ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ നമ്മൾ ഇൻസേർട്ട് അനോമലിയിൽ പ്രശ്നം വരില്ലായിരുന്നു. കാരണം ഒരു എൻട്രി മാത്രമേ ഓരോ എംപ്ലോയിക്കും ഇവിടെ വരുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്യാനാണ് നമ്മൾ ഈ നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത അനോമലി നോക്കാം, ഡിലീറ്റ് അനോമലി. ഇവിടെ നോക്കുക, മനു എന്ന് പറയുന്നത് ആൾ D890 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ.
അപ്പോൾ കമ്പനി ഡിസൈഡ് ചെയ്യാണ്, കമ്പനി D890 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷനേ ഉള്ളൂ, ഈ ഒരു റോ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? മനുവിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എന്താണ് ഡിലീറ്റഡ് ആയി. ഓക്കെ, അതായത് ആ ഡിലീറ്റ് ചെയ്യുന്ന റെക്കോർഡിലാണ് അയാളെ അസൈൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് അയാളുടെ ഇൻഫർമേഷൻ, മനു എന്ന് പറഞ്ഞ എംപ്ലോയിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡിലീറ്റഡ് ആയി പോകും. അതാണ് ഡിലീറ്റ് അനോമലി. പകരം ടേബിൾ നേരത്തെ പറഞ്ഞ പോലെ ഡിക്കമ്പോസ് ചെയ്ത് 2 ടേബിളായിരുന്നെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇത്തരം അനോമലീസ് ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ റിലേഷനെ നോർമലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമലൈസേഷൻ റിലേഷന് മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോർമലൈസേഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലുള്ള ഏതിൽ നോർമൽ ഫോംസും നിങ്ങൾക്ക് അല്ലാതെയും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ശ്രദ്ധിക്കുക, നോർമലൈസേഷൻ ഇറ്റ് ഈസ് എ പ്രോസസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ കോഡ്. 1972 കോഡ് എന്ന് പറഞ്ഞ ആളാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് പ്രപ്പോസ് ചെയ്തത്, ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്. കോഡ്സ് നോർമലൈസേഷൻ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് കോഡ്സ് നോർമലൈസേഷൻ എന്ന് ചോദിച്ചാലും നമ്മളെ ഈ നോർമലൈസേഷൻ തന്നെയാണ് സംഭവം. അപ്പം ദാറ്റ് ടേക്സ് എ റിലേഷൻ സ്കീമ ത്രൂ എ സീരീസ് ഓഫ് ടെസ്റ്റ് ടു സർട്ടിഫൈ വെദർ ഇറ്റ് സാറ്റിസ്ഫൈസ് എ സർട്ടൻ നോർമൽ ഫോം. ഒരു റിലേഷൻ സ്കീമ സീരീസ് ഓഫ് ടെസ്റ്റ് വഴി അത് നോർമൽ ഫോംസ് റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നുള്ളതാണ് ഈ നോർമലൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നോർമലൈസേഷൻ പ്രോസസ്സ് പ്രൊസീഡ്സ് ഇൻ എ ടോപ്പ് ഡൗൺ ഫാഷൻ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോർമലൈസേഷൻ ഈസ് എ ഡേഷ്ഡ് പ്രോസസ്, ടോപ്പ് ഡൗൺ. എപ്പോഴും ഓർക്കുക, ടോപ്പ് ഡൗൺ ഫാഷൻ. കോഡ് പ്രപ്പോസ്ഡ് 3 നോർമൽ ഫോംസ് വിച്ച് ഹി കോൾഡ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. കോഡ് 3 എണ്ണമാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നോർമൽ ഫോം. അതിനുശേഷം തേർഡിൻ്റെ ഒരു സ്ട്രോങ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, അത് ബോയ്സും കോഡും കൂടെ ഒരുമിച്ച് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അതിന് പറയുന്ന പേരാണ് BCNF, അല്ലെങ്കിൽ ബോയ്സ് കോഡ് നോർമൽ ഫോം. ബോയ്സും കോഡും ഒരുമിച്ച് പ്രപ്പോസ് ചെയ്തത് കൊണ്ടാണ് അതിന് ബോയ്സ് കോഡ് നോർമൽ ഫോം എന്ന് പറയുന്നത്. അതിനുശേഷം 3NFന് ശേഷം സ്ട്രോങ് ഡെഫിനിഷൻ ആയിട്ടുള്ള BCNF വന്നു. പിന്നീട് 4th നോർമൽ ഫോമും 5th നോർമൽ ഫോമും. ഓക്കെ, അത് രണ്ടും പ്രപ്പോസ് ചെയ്തു. 4th നോർമൽ ഫോം എന്ന് പറയുന്നത് മൾട്ടി വാല്യൂഡ് ഡിപ്പെൻഡൻസീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ ജോയിൻറ്റ് ഡിപ്പെൻഡൻസീസിനെ ബേസ് ചെയ്തിട്ടാണ് 5th നോർമൽ ഫോം. ഓക്കെ, അപ്പോൾ നോർമലൈസേഷൻ ഓഫ് ഡാറ്റ ക്യാൻ ബി ലുക്ക്ഡ് അപ്പോൺ ആസ് എ പ്രോസസ് ഓഫ് അനലൈസിങ് ദ ഗിവൺ റിലേഷൻ സ്കീമാസ് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്. FD എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. നമുക്ക് അടുത്ത പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. FDs and primary keys to achieve the desirable properties of minimizing redundancy and minimizing insertion, deletion and update anomalies. അപ്പോൾ നോർമലൈസേഷൻ്റെ ഡെഫിനേഷൻ കംപ്ലീറ്റ് പഠിച്ചു വെക്കുക. ഇപ്പം മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഡെഫിനേഷൻ കാര്യങ്ങൾ. ഇവൻ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഓരോ വൈവയ്ക്കും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് നോർമലൈസേഷൻ. അപ്പം ഒരു റിലേഷനെ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെയും പ്രൈമറി കീസിനെയും ബേസ് ചെയ്തിട്ട് റിലേഷനെ അനലൈസ് ചെയ്യുക. ഓക്കെ, എന്ത് പർപ്പസിനാണത്? അതുവഴി ഈ റിലേഷനിലെ ഡിപ്പെൻഡൻസി മിനിമൈസ് ചെയ്യുക, അതുപോലെ ഇൻസേർഷൻ, ഡിലീഷൻ ആൻഡ് അപ്ഡേറ്റ് അനോമലീസ് മിനിമൈസ് ചെയ്യുക. അപ്പം നോർമൽ ഫോം ടെസ്റ്റ്, അതായത് ഓരോ നോർമൽ ഫോംസിനും നമ്മൾ പറഞ്ഞ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നോർമൽ ഫോം, ബോയ്സ് കോഡ് നോർമൽ ഫോം, 4th, 5th നോർമൽ ഫോംസ്. അപ്പോൾ അതിനെല്ലാം സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് കണ്ടീഷൻസ് മീറ്റ് ചെയ്യാത്ത റിലേഷൻ സ്കീമാസ്, അതിന് എന്ത് ചെയ്യും? അതൊരു റിലേഷൻ സ്കീമ ആണെങ്കിൽ അതിന് സ്മോളർ റിലേഷൻ സ്കീമാസ് ആയിട്ട് ഡിക്കമ്പോസ് ചെയ്യും. ഓക്കെ, ആ ഡിക്കമ്പോസ് ചെയ്യുന്നവ ഒബ്വിയസ്ലി എന്താണ് നോർമൽ ഫോം ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യും. The normal form of a relation refers to the highest normal form condition that it meets and hence indicates the degree to which it has been normalized. ഒരു റിലേഷൻ്റെ നോർമൽ ഫോം ഏതുവരെ നിങ്ങൾ എത്ര വരെ നോർമലൈസ് ചെയ്തു, അല്ലെങ്കിൽ നോർമൽ ഫോം ഏതാണ് എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ എന്താണ് പറയേണ്ടത്? അതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് നോർമലൈസേഷൻ. അതായത് സപ്പോസ് നിങ്ങൾ 3rd നോർമൽ ഫോം വരെയാണ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡാറ്റാബേസ്
നിങ്ങൾ തേർഡ് നോർമൽ ഫോം വരെയാണ് നിങ്ങൾ നോർമലൈസ് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്താണ് ആൻസർ പറയേണ്ടത്? 3NF. ഓക്കെ, അതായത് ഒരു റിലേഷൻ അത് ഹയസ്റ്റ് നോർമൽ ഫോം കണ്ടീഷൻ ഏതാണോ അത് ആ റിലേഷൻ ചെയ്തത് അതായിരിക്കും അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻ്റെ നോർമൽ ഫോം. The process of normalization through decomposition must also confirm the existence of additional properties such as, ഇപ്പോൾ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ നോർമൽ ഫോംസിൻ്റെ റൂൾസ് മാത്രമല്ല മറ്റു 2 പ്രോപ്പർട്ടീസ് കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ലോസ്ലെസ് ജോയിൻ ഓർ നോൺ അഡിക്റ്റീവ് ജോയിൻ പ്രോപ്പർട്ടി, അതുപോലെ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ പ്രോപ്പർട്ടി. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 പോയിൻറ്റ്സും. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ലോസ്ലെസ് ജോയിൻ അഥവാ നോൺ അഡിറ്റീവ് ജോയിൻ പ്രോപ്പർട്ടി, അതായത് നോർമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യവും കൂടെ ഉറപ്പ് വരുത്തണം. ഈ ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി അത് മീറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഡിക്കമ്പോസ് ചെയ്തു നമ്മൾ. ഓക്കെ, നോർമൽ ഫോംസ് റൂൾസ് ഒബേ ചെയ്യാത്ത റിലേഷനെ നമ്മൾ സ്മോളർ ടേബിൾസ് ആയിട്ട് ഡിക്കമ്പോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഉറപ്പിക്കണം എന്താണ്, സ്പ്യൂരിയസ് ടപ്പിൾ ജനറേഷൻ പ്രോബ്ലം ഇവിടെ ഒക്കെ ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് ഈ ഡിക്കമ്പോസ് ചെയ്ത ടേബിളിൽ നിന്നും സ്പ്യൂരിയസ് ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡീഷണലായിട്ട് ടപ്പിൾ എന്ന് വെച്ചാൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അഡീഷണലായിട്ട് ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഡിക്കമ്പോസ് ചെയ്ത ശേഷവും നമ്മൾ സ്പ്യൂരിയസ് ടപ്പിൾ ജനറേഷൻ ഒക്കെ ചെയ്യുന്നില്ല എന്നുള്ളത്, അഡീഷണൽ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഓക്കെ, അതായത് ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അവിടെ സ്പ്യൂരിയസ് ടപ്പിൾ ജനറേഷൻ ഒക്കെ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതാണ് ലോസ്ലെസ് ജോയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാക്ട്ലി ടേബിളിൽ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻസ് മാത്രമേ അവിടെ ഒരു ജോയിൻ ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. അടുത്തത് ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ പ്രോപ്പർട്ടി, അതായത് ഡീകമ്പോസിഷന് ശേഷവും ഓരോ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ഈ ഇൻഡിവിജ്വൽ റിലേഷനിൽ എന്തായിരിക്കണം, റെപ്രസെൻ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതായത് ഈ ഡിപ്പെൻഡൻസി പ്രിസർവേഷൻ പ്രോപ്പർട്ടി എൻഷുവേഴ്സ് ദാറ്റ് ഈച്ച് FD ഈസ് റെപ്രസെൻറ്റഡ് ഇൻ സം ഇൻഡിവിജ്വൽ റിലേഷൻ റിസൾട്ടിങ് ആഫ്റ്റർ ഡിക്കമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നോക്കിയിട്ടാണ് നമ്മൾ ടേബിളിനെ ഡിക്കമ്പോസ് ചെയ്യുന്നത്, റിലേഷനെ ഡിക്കമ്പോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഡിക്കമ്പോസ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അതെന്ത് ചെയ്തിരിക്കണം, അത് ഡിക്കമ്പോസ് ചെയ്ത ടേബിളുകളിൽ അതേപോലെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇതാണ് ഡാറ്റാബേസ് നോർമൽ ഫോംസ്. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, BCNF. BCNFൻ്റെ അബ്രിവേഷൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, ബോയ്സ് കോഡ് നോർമൽ ഫോം. അതുപോലെ BCNFൻ്റെ പൊസിഷൻ എവിടെയാണെന്നും ചോദിക്കാറുണ്ട്. ആഫ്റ്റർ 4NF എന്ന് എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ചോദിക്കാറുണ്ട്. എവിടെയാണ് പൊസിഷൻ വരുന്നത്? ബിറ്റ്വീൻ 3NF ആൻഡ് 4NF. ഓക്കെ, അതുപോലെ ഫിഫ്ത്ത് നോർമൽ ഫോം. അടുത്തതാണ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി, എല്ലാം കൂടെ എടുത്തിട്ട് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അപ്പോൾ ക്ലിയറായിട്ട് ഇന്ന് വരെ എടുത്ത കാര്യങ്ങൾ പഠിക്കുക. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.